ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ CPM-നകത്തുള്ള പല നേതാക്കളും, അത് ജില്ലാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല ജില്ലാ നേതാക്കളടക്കം ദിവസങ്ങളായിട്ട് ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. സ്വർണ്ണ കൊള്ളയിൽ ഇവർക്ക് പങ്കില്ല, അല്ലെങ്കിൽ CPM-ന് പങ്കില്ല എന്ന് പറയുവാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുവാൻ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് അവർക്ക് ആ ട്രാക്കിലൂടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് BJP-യും CPM-ഉം ഇപ്പൊ അതിനെ വലിയ വിവാദമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരാൾ മാത്രമല്ല, എല്ലാവർക്കും പിന്നിലും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും വലിയ ക്രിമിനലുകൾ ഇതുപോലുള്ള നേതാക്കന്മാരുടെ ഇടയിലേക്ക് കടന്നു കയറുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അവരെ അവിടെ എത്തിക്കുന്നതിന് സാധ്യമാകുന്ന തരത്തിലുള്ള പാലങ്ങൾ പണിയുന്ന ഇതിനകത്ത് ചില മീഡിയേറ്റർമാരുണ്ട്. അവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ.